നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ 2 യുവാക്കൾ അറസ്റ്റിലായി. വലപ്പാട് ആനവിഴുങ്ങിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് യുവതിയും സഹോദരനായ ഡോക്ടറും ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ശ്രീനാരായണപുരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ 2 യുവാക്കൾ അറസ്റ്റിലായി. ശ്രീനാരായണപുരം സ്വദേശികളായ സൗരവ്, സുൽഫിക്കർ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ CI PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈറോഡിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോയ യുവാക്കൾ അവിടെ നിന്നും പെൺകുട്ടിയെ എറണാകുളത്തുള്ള ചൈൽഡ് ലൈനിൽ കൊണ്ടുവിട്ട് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് ഇവർ ഈറോഡിൽ വെച്ച് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ബസ്സിനെ പിന്തുടർന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വലപ്പാട് ആനവിഴുങ്ങിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് യുവതിയും സഹോദരനായ ഡോക്ടറും ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ഇന്ന് വൈകിട്ട് 3:30 വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. കാർ യാത്രികരായ ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി മൂത്തേടത്ത് വീട്ടിൽ ഡോക്ടർ അബ്ദുൽ നവാസ്, സഹോദരി നാജിയ അബ്ദുൽ ഖാദർ, ജീപ്പിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ ഷെലീജ്, അബ്ബാസ്, അൻസാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചന്ദ്രാപിനി എക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ നാജിയയുടെ നില ഗുരുതരമാണ്. നാജിയയുടെ 4 വയസ്സുകാരിയായ മകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാജിയയെയും മകളെയും ഗൾഫിലേക്ക് യാത്രയയക്കാൻ സഹോദരന്റെ കാറിൽ നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ജീപ്പ് കാറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. വലപ്പാട് അഡീഷണൽ SI KJ ടോണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്ന് പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് വാഹന ഗതാഗതം അരമണിക്കൂറോളം ഭാഗികമായി തടസ്സപ്പെട്ടു. ശ്രീനാരായണപുരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ശ്രീനാരായണപുരം കട്ടൻ ബസാർ കാട്ടൂക്കാരൻ വീട്ടിൽ റഹീമിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിൽ രഹസ്യ അറകളിൽ ഒളിപ്പിച്ചിരുന്ന 60ഓളം ഹാൻഡ്സ് പാക്കറ്റുകൾ നാട്ടുകാരുടെ രഹസ്യ സന്ദേശത്തെ തുടർന്ന് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. വിറക് പുരയിലും ചാക്കിൽ കെട്ടി പറമ്പിൽ കുഴിച്ചിട്ട് അതിനു മുകളിൽ വിറകുകൾ അടക്കി വെച്ച നിലയിലുമാണ് ഹാൻഡ്സ് ഒളിപ്പിച്ചിരുന്നത്. നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും ഇയാളുടെ വീട്ടിൽ നിത്യസന്ദർശനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ എക്സൈസ് സംഘത്തെ വിവരമറിയിച്ചത്. പരിശോധന നടക്കുന്നതിനിടയിൽ ഹാൻഡ്സ് വാങ്ങാനെത്തിയ 20ഓളം വരുന്ന വിദ്യാർത്ഥികളെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്ത് താക്കീത് ചെയ്ത് വിട്ടയച്ചു. കാട്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൊത്ത വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങിയാണ് റഹീം ചില്ലറ വിൽപ്പന നടത്തുന്നത്. എക്സൈസ് CI TK അഷ്റഫ്, എക്സൈസ് ഉദ്യോഗസ്ഥരായ AB സുനിൽ, TK അബ്ദുൽ നിയാസ്, PR സുനിൽകുമാർ, TA സുനിൽകുമാർ, CA സാബു, രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം പഞ്ചായത്ത് പരിധിയിലെ വഴിക്കുരുക്കുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റുന്ന നടപടിക്ക് തുടക്കമായി. മാർഗതടസ്സം സൃഷ്ടിക്കുന്ന ബോർഡുകൾ, ഗതാഗത കുരുക്കുകൾ ഉണ്ടാക്കുന്ന ബസ് സ്റ്റോപ്പുകൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിയത്. 3 പീടിക സെന്ററിൽ വാഹനത്തിരക്കിന് ഇടയിലുണ്ടായ വടക്കേ ബസ് സ്റ്റോപ്പ് അല്പം കൂടി വടക്കോട്ട് നീക്കി. വാഹന ബാഹുല്യത്തിനിടെ ബസ്സുകൾ നിർത്തലും യാത്രക്കാരുടെ കയറ്റിയിറക്കവും ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഈ നടപടി. ഇന്നത്തെ ഈ തിരക്കിൽ 3 സെന്ററിൽ തന്നെയുള്ള ബസ് സ്റ്റോപ്പ്, വടക്കോട്ടുള്ള ബസ് സ്റ്റോപ്പ് വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പടിഞ്ഞാറുന്ന് കയറി വരുന്ന വണ്ടികൾക്ക് വടക്കുന്ന് വരുന്ന വണ്ടികൾ കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ബസ് സ്റ്റോപ്പ് കുറച്ചും കൂടി സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ കയ്പമംഗലം കൊപ്രക്കളം സെൻറ്ററിൽ കിഴക്കേ സൈഡിലുള്ള ബസ് സ്റ്റോപ്പ്, തെക്കോട്ടുള്ള ബസ് സ്റ്റോപ്പ് കുറച്ചുകൂടി തെക്കോട്ട് നീക്കി സ്ഥാപിക്കുന്ന പ്രവർത്തനവും പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം അനുസരിച്ച് നടപ്പിലാക്കുകയാണ് നാളെ. അതുപോലെ കൊപ്രക്കുളം സെന്ററിൽ ഈസ്റ്റ് റോഡിനോട് ചേർന്നുണ്ടായിരുന്ന തെക്കേ ബസ് സ്റ്റോപ്പ് അല്പം കൂടി തെക്കോട്ട് ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറ്റി. കിഴക്ക് റോഡിൽ നിന്ന് വാഹനങ്ങൾ ദേശീയപാതയിൽ ചേരുന്നിടത്ത് തന്നെയുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് അപകട ഭീഷണി ഉയർത്തുന്നതായിരുന്നു. കാളമുറി സെന്ററിൽ മസ്ജിദിന്റെ വടക്ക് ഭാഗത്തുള്ള ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നാണ് പെട്ടി ഓട്ടോകൾ പാർക്ക് ചെയ്തിരുന്നത്. വണ്ടിക്കാർ തമ്മിലുള്ള തർക്കവും വഴിത്തടസ്സവും ആയതോടെ പിക്കപ്പ്, പെട്ടി ഓട്ടോ സ്റ്റാൻഡ് ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി. വാഹനങ്ങൾ വരുന്നത് കാണാത്ത വിധം തടസ്സം സൃഷ്ടിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ പലയിടത്തു നിന്നും നീക്കിയിട്ടുണ്ട്. പരാതിയെ തുടർന്ന് ആദ്യം കാളമുറി സെന്ററിലും തുടർന്ന് 3 പീടിക, വഴിയമ്പലം, കയ്പമംഗലം 12,
കൊപ്രക്കളം, പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലുമാണ് ബോർഡുകൾ നീക്കിയത്. പ്രതിദിനം 400-ലധികം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ മരുന്നിന് കാത്തുനിൽക്കേണ്ടത് മണിക്കൂറുകൾ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പെരിഞ്ഞനം കുറ്റിലക്കടവിലുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് ഈ ദുരവസ്ഥ. ആശുപത്രിയിൽ ഒരു ഫാർമസിസ്റ്റ് മാത്രമാണുള്ളത്. 3 ഡോക്ടർമാർ OP-യിലുള്ളപ്പോൾ രോഗപരിശോധന എളുപ്പത്തിൽ കഴിയും. പക്ഷേ മരുന്ന് ലഭിക്കാൻ രോഗികൾക്ക് 2-3 മണിക്കൂറുകൾ തന്നെ നിൽക്കേണ്ടി വരും. NRHM വഴി പോസ്റ്റ് ചെയ്ത ഒരു ഫാർമസിസ്റ്റ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും കയ്പമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് ഇല്ലാത്തതിനാൽ അങ്ങോട്ട് പോയി. അതോടെയാണ് കൂടുതൽ ദുരിതമായത്. നിലവിൽ ഒരു ഫാർമസിസ്റ്റിന്റെ തസ്തിക മാത്രമേ ആശുപത്രിയിലുള്ളൂ. ആകെയുള്ള ഫാർമസിസ്റ്റിന് ശ്വാസം വിടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മരുന്ന് കൊടുക്കുന്നിടത്തെ ബഹളം നിമിത്തം ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. ഏറ്റവും തിരക്കുള്ള ഈ അവസരത്തിൽ ഏകദേശം 600ഓളം OP ദിവസവും വരുന്ന ഈ ആശുപത്രിയിൽ ഇത് ഡിസ്പെൻസ് ചെയ്യാനായിട്ട്, അതായത് മരുന്ന് കൊടുക്കാനായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്, അതായത് 2 പേരുള്ളിടത്ത് ഒരാൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. തന്മൂലം ഈ 600ഓളം പേഷ്യൻസുകൾ വളരെ നേരം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ പറ്റുന്നത്. 55 കൊല്ലം പിന്നിട്ട ആശുപത്രിയിൽ തുടക്കത്തിലുള്ള അതേ തസ്തികകൾ തന്നെയാണ് ഇന്നും നിലവിലുള്ളത്. തുടക്കത്തിൽ 3000 ചതുരശ്ര അടി വിസ്തീർണം മാത്രമാണ് ആശുപത്രിക്കുണ്ടായിരുന്നത്. അന്ന് നിശ്ചയിച്ചത് ഒരു ഫാർമസിസ്റ്റിനെയാണ്. പിന്നീട് ആശുപത്രി വളർന്ന് 16,000 ചതുരശ്ര അടി ആയിട്ടും ഫാർമസിസ്റ്റ് ഇപ്പോഴും ഒന്നു തന്നെ. ഇനിയൊരിടവേള.